ഹേ ടീം, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ HTML-ഉം CSS-ഉം കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ബാക്ക് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസും അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് നോളജ് മാത്രം പോരാ. ഒരാൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രോഗ്രാമിംഗ് നോളജ് മാത്രം പോരാ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഷോപ്പുണ്ട്. ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഒരു ഡ്രസ്സ് സെയിൽ ചെയ്യുന്നൊരു ഷോപ്പാണ്. ഓക്കെ. അപ്പോൾ ഈ ഷോപ്പിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നിങ്ങൾ വിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ചില പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാവും. ചിലത് സിംഗിൾ പീസായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഷർട്ടെല്ലാം ആണെന്നുണ്ടെങ്കിൽ പല കളറിലായിട്ട് വരുന്നുണ്ടാവും. അതേസമയം ചിലപ്പോൾ വാച്ച് സിംഗിൾ പീസായിട്ടാണ്. ഒരു വാച്ചിന് വേറെ കളറ്, പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസൊന്നും കൺസിഡർ ചെയ്യില്ല. ഡ്രസ്സിനാണെങ്കിൽ ഡിഫറെൻറ്റ് സൈസെല്ലാം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ സൈസുള്ളതിന് ചിലപ്പോൾ ഒരേ പ്രൈസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സൈസ് നമുക്ക് യൂസർക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ചിലത് റിട്ടേൺ അലൗഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും, ചിലത് റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റ് ഉണ്ടാവും. അതുപോലെ ചിലത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉണ്ടാവും, ചിലത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് ഉണ്ടാവും. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്, ഡിഫറെൻറ്റ് രീതിയിലുള്ള പർച്ചേസുകൾ. അതേപോലെ ചില പ്രോഡക്റ്റ് ഓൺലൈൻ സെയിൽസ് നമ്മൾ കൊടുക്കുന്നതുണ്ടാവും, ചിലത് ഓൺലൈൻ സെയിൽസ് കൊടുക്കാത്തതുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പിൻ്റെ കേസിൽ തന്നെ നമുക്ക് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാലേ ഈ സോഫ്റ്റ്വെയർ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും ഇപ്പം പർച്ചേസിനെ കുറിച്ച് അറിയാതെ പർച്ചേസിൻ്റെ ഫങ്ഷനാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ടീം ലീഡിന് അല്ലെങ്കിൽ മാനേജർക്ക് ഇയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇയാളോട് പർച്ചേസ് എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് പർച്ചേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം, ജനറലി പർച്ചേസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നിട്ട് ഇവരെ സ്പെസിഫിക് കേസ് എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ നമ്മളൊരു ഡെവലപ്പറെ നോക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഡൊമൈനിൽ തന്നെയുള്ള ആളെ കിട്ടുമോ എന്നുള്ളത് നമ്മൾ പൊതുവേ നോക്കും. ഇപ്പോൾ ഒരു ജോബിന് ഇപ്പോൾ ഞാനൊരു റിയാക്ട് JS ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണുള്ളത്. ഓക്കെ. അപ്പോൾ എനിക്കൊരു 5 ഓപ്പണിങ്, 5 ആൾക്കാരെ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറേ റെസ്യൂംസ് വന്നു. ഒരു 100 റെസ്യൂംസ് എനിക്ക് വന്നു. അപ്പോൾ ഇതിൽ റിയാക്ട് അറിയുന്ന ആൾക്കാരാണ് ഈ 100 ആൾക്കാർ. അപ്പോൾ അതിൽ ഞാൻ പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുക, മറ്റുള്ള ടെക്നിക്കൽ സ്കിൽ സെറ്റ് നോക്കി അങ്ങനെ സ്കിൽ സെറ്റുള്ള ഒരു 50 ആൾക്കാരുണ്ടെങ്കിൽ ഈ 50 ആൾക്കാരിൽ നിന്ന് ഞാൻ പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുക ഈ ഡൊമൈൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഡൊമൈൻ അറിയുന്ന ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും എന്തായാലും പ്രിഫറൻസ് കിട്ടുക. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോട് എനിക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും, ഇപ്പം ഞാനാണ് മാനേജർ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിക്കും, സാർ ഇങ്ങനെയല്ലേ വേണ്ടത്, അല്ല ഇങ്ങനെ ചെയ്യുന്നതായിരിക്കുമല്ലേ ബെറ്റർ. ഇങ്ങോട്ട് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, സജഷൻസ് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആ സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ച് നോളജുള്ള ആളുകൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോളജ് ഉണ്ടാക്കിയെടുക്കണം. ആ നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, അത് നമ്മൾ നോളജ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ നോളജ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകണം, എന്നിട്ട് പഠിക്കണം. എന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത്. ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡൊമൈൻ നോളജ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഡൊമൈൻ നോളജ് ബിൽഡ് ചെയ്യണമെന്ന് പറയുന്നത്. അത് ഒരു ജസ്റ്റ് അവയർനെസ് അല്ല. ഇപ്പോൾ രാവിലെ ഒരു 6 മണിക്കെല്ലാം സൂര്യൻ ഉദിക്കും അങ്ങനെ പറയുന്നതും അല്ല കറക്റ്റ് 5:48 ഉദിക്കും എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരാളെ വാക്ക് നമുക്ക് അങ്ങനെ റിലേ ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പറ്റും. മറ്റുള്ളത് ജസ്റ്റ് അവയർനെസ് മാത്രമാണ്. ഇപ്പം കോഴിക്കോട്ട് നിന്ന് ബാംഗ്ലൂർക്ക് പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ട്രെയിൻ ഉണ്ട്. ഒരാളെന്നോട് ജസ്റ്റ് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ജനറൽ നോളജ് പോലത്തെ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ്. പക്ഷെ ഒരാളെന്നോട് പറയാണ് ഓരോ ദിവസം 2 ട്രെയിൻ ഉണ്ട്,
ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനുണ്ട്. മറ്റൊന്നുള്ളത് പകലിൻ്റെ സമയത്താണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അയാളുടെയാണ് ശരിക്കും പ്രോപ്പർ ഡൊമൈൻ നോളജ്. ഓക്കെ, ആ സബ്ജക്റ്റിനെ കുറിച്ച് അയാൾക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്. ആ നോളജാണ് ശരിക്കും നമുക്ക് വേണ്ടത്, അല്ല ജസ്റ്റ് അവയർനെസ് അല്ല വേണ്ടത്. അപ്പോൾ ഈ നോളജിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൊമൈൻ നോളജ്. അപ്പോൾ ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നോളജ് ഇസ് നോളജ് ഓഫ് എ സ്പെസിഫിക് ഓർ സ്പെഷ്യലൈസ്ഡ് ഡിസിപ്ലിൻ ഓർ ഫീൽഡ്. ഒരു ഫീൽഡിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള നോളജ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡൊമൈൻ നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് ജനറലി ഇപ്പം നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനീസിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കോമൺ ആയിട്ട് വരുന്ന കുറേ സിനാരിയോസ് ഉണ്ടാവും, കുറേ ഫീൽഡുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ വരുന്നതാണ് ഒരു ഫീൽഡാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്ന ഫീൽഡ്. ഇ കൊമേഴ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്രോജക്റ്റിൽ ഒരാൾ ഇ കൊമേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ കൊമേഴ്സിലെ ഡൊമൈൻ നോളജ് ഉണ്ടെങ്കിൽ ആ പാർട്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അയാൾക്കൊരു ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാവും. ചില ടോപ്പിക്കിൽ ഇപ്പം പർച്ചേസ് എന്താണ്, സെയിൽസ് എന്താണ്, നോർമലി കമ്പനീസിൽ എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് ടേംസ് അയാൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇ കൊമേഴ്സ് പറയുന്നത് ഒരു ഡൊമൈനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡൊമൈൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഫീൽഡിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എന്നുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡൊമൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഡൊമൈൻ ഉണ്ട്. അതേപോലെ നമുക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഡൊമൈനാണ്. ഈ ഇ കൊമേഴ്സ് ഡൊമൈനിൽ ഒരുപാട് പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ആൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ആമസോൺ നമ്മളതിൽ ഇ കൊമേഴ്സിൽ കളിക്കുന്ന ഒരു ഫീൽഡാണ്. അതേപോലെ ഫ്ലിപ്കാർട്ടും കാര്യങ്ങളെല്ലാം. അതേപോലെ പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമുക്ക് യൂട്യൂബ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയ ഡൊമൈനാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൻ്റെയും ഇൻറ്റേർണൽ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം അതിൽ എന്തായിരിക്കും ഏകദേശം നടക്കുന്നുണ്ടാവുക. 100% നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഒരു 80% നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ആമസോണിൽ നോളജ് ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ നോളജ് എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ നമുക്കുള്ള വേറെ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ട്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഡൊമൈനിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഹെൽത്ത് കെയർ ഡൊമൈനിലായിട്ട് വരുന്നതാണ്. അപ്പം പിന്നെ ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് രജിസ്ട്രേഷൻ മുതൽ ബില്ലിംഗ് ഉണ്ട്, ഫാർമസി ബില്ലിംഗ് ഉണ്ട്, പിന്നെ ഇൻഷുറൻസിൻ്റെ സെക്ടർ ഉണ്ട്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സെപ്പറേറ്റ് ഡൊമൈനാണ്. കാരണം അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻഷുറൻസ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഫിനാൻസ് ഡൊമൈൻ എന്ന് പറയുന്നതിൽ പിന്നെ ഇപ്പം ലോൺ കൊടുക്കുന്നതും അതിൻ്റെ റീപേയ്മെൻറ്റും കാര്യങ്ങളും അതിനോട് കണക്റ്റഡ് എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ഫിനാൻസ് ഡൊമൈൻ. അതേപോലെ ബാങ്കിങ് ഡൊമൈൻ, ബാങ്കിനോട് ബന്ധപ്പെട്ട ബാങ്കിൽ ട്രാൻസാക്ഷൻസ് അതിനോട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ബാങ്കിങ് ഡൊമൈൻ. അതേപോലെ നമുക്ക് ട്രേഡിംഗ് ഡൊമൈൻ ഉണ്ട്. ട്രേഡിംഗ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം ഷെയർ മാർക്കറ്റിലെല്ലാം ട്രേഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഷെയർസും ഉണ്ട്, അതേപോലെ ഫോറക്സ് ഉള്ള കറൻസി സെയിൽ വരുന്നതുണ്ട്. അങ്ങനെ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ഡൊമൈന്. അതേപോലെ ഇ ലേണിംഗ് എന്ന് പറയുന്നൊരു ഡൊമൈന്. ഇ ലേണിംഗ് എന്ന് പറയുന്നത് ടെക്നോളജി വെച്ചിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി പഠിക്കുന്നതാണ് ഇ ലേണിംഗ് ഡൊമൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഡൊമൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ഡൊമൈനും കൂടെ നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതിൽ ചില പ്ലാറ്റ്ഫോംസ് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. ബാങ്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ബാങ്കിങ്ങിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള ചെറിയൊരു പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇ കൊമേഴ്സിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, ഓർഡർ എല്ലാം പ്ലേസ് ചെയ്യുന്നത്, ഓർഡർ റിട്ടേൺ, റീഫണ്ട്, പിന്നെ കാർട്ട് ചെക്കൗട്ട്, ഇതെല്ലാം വരുന്ന ആ ഒരു പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രോഡക്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ആ ഒരു പാർട്ട് നമ്മൾ കാണുന്നില്ല, ഡയറക്റ്റ്ലി നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇതിലെല്ലാം നമ്മളിപ്പം ചെയ്യുന്ന ആ ഒരു പാർട്ട്, ഇ കൊമേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇ കൊമേഴ്സിൻ്റെ കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഡൊമൈനിൽ കുറച്ച് നമുക്ക് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒരു പോർഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ലൈക്ക്, റിവ്യൂസ്, ഫോർവേഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത്, ഫോളോവേഴ്സ്.
അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡൊമൈനിലുള്ള അപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഏത് ഡൊമൈനിലുള്ളതാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊന്ന് ഒന്ന് കോൺഷ്യസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് എല്ലാം ചെയ്തിട്ട് നോക്കുക. ഇപ്പം ഇ ലേണിംഗ് എന്നുള്ളതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന എന്തൊക്കെയാണ്, സ്റ്റുഡൻസ് ഉണ്ട്, കോഴ്സ് ഉണ്ടാവും, സ്കിൽസ് ഉണ്ടാവും, അതേപോലെ അസസ്മെൻ്റ് ഉണ്ടാവും, അസൈൻമെൻ്റ് ഉണ്ടാവും, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. ഇപ്പം ഇൻഷുറൻസ് ആണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള ക്ലെയിംസ്, നോമിനി, പ്രീമിയം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈൻസ് എന്നുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സെർച്ച് ചെയ്ത് ആ ഡൊമൈനെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് ഒരു 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 കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് ഇട്ട് കുറച്ച് പഠിക്കാൻ നോക്കുക. അത് എപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് കമ്പനികൾ കയറുന്ന സമയത്താണെങ്കിലും കയറിയതിന് ശേഷം നിങ്ങളെ ഗ്രോത്തിനാണെങ്കിലും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്പെസിഫിക് ഫീൽഡിനെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ ഡൊമൈൻ നോളജ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഈ സ്പെസിഫിക് ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡൊമൈൻസ് നമ്മൾ പഠിക്കണം. ഓക്കെ, അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഇ കൊമേഴ്സ്. അത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനിയും കുറേ ഡൊമൈൻസ് ഉണ്ട്. ഓയിൽ ഫീൽഡ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡുകളുണ്ട്. അപ്പോൾ എല്ലാ ഫീൽഡും ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. കോമൺ ആയിട്ട് വരുന്ന കുറച്ചെണ്ണം മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡൊമൈൻ നോളജ് പഠിക്കാൻ ഒരു അഡീഷണൽ എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൊമൈൻ നോളജ് പഠിച്ചെടുക്കണം. ഈ ഡൊമൈൻ നോളജ് പഠിക്കുന്നതിൽ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു ഡൊമൈൻ നോളജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അതിൽ വരുന്ന പ്രോസസ്സുകൾ, പിന്നെ ടേംസ്. ഇത് രണ്ടും നമുക്ക് ആയിക്കഴിഞ്ഞാൽ, അതേപോലെ അതിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ്. ഇപ്പോൾ ഇ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരിക കസ്റ്റമർ ഉണ്ട്, അതേപോലെ വെണ്ടർ ഉണ്ട്. വെണ്ടറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അവരെ അഡ്മിൻ ഉണ്ടാവും. അങ്ങനെ വെയർഹൗസിൽ മാനേജേഴ്സ്, അങ്ങനെയുള്ള, പിന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ സൈഡിൽ നിന്നുള്ള ആളുകൾ, ഇതെല്ലാം ഇതിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഒന്നിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആളുകളാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമാണ്, അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേമാണ്, കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമാണ്, ചെക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമാണ്. അപ്പോൾ ഈ ടേംസ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ പ്രൊഡക്റ്റ് വേരിയൻറ്റ്, ഇതെല്ലാം പറയുന്നതെല്ലാം ഓരോരോ ടേംസ് ആണ്. അപ്പോൾ ആ ടേം എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാൻ പറ്റണം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷെഫ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ, വർക്ക്ഷോപ്പിൽ മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ, ഞാനും എൻ്റെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും തമ്മിൽ സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ടേംസ് ഉപയോഗിക്കും. എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ടേംസ് ഉപയോഗിക്കും. കാരണം ടേംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഡൊമൈൻ പഠിക്കുക എന്ന് പറയുന്നതിൽ അതിലെ പ്രോസസ്സുകൾ പഠിക്കണം, അതേപോലെ അതിൽ വരുന്ന ടേംസും പഠിക്കണം, അതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും പഠിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സോണാസ് എന്നെല്ലാം വിളിക്കാൻ പറ്റും. പേഴ്സോണാസ് എന്നെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ സെയിം മീനിങ് ആണ്, സിമിലർ മീനിങ് ആണ്. എക്സാക്ട്ലി സെയിം മീനിങ് അല്ല, സിമിലർ മീനിങ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സുകൾ, ഇപ്പോൾ ഇ കൊമേഴ്സിൻ്റെ കേസിലുള്ള പ്രോസസ്സ് എന്താണ്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂസർ പ്രോഡക്റ്റ് കണ്ടെത്തുന്ന ഒരു സ്റ്റെപ്പാണ്. അത് പല രീതിയിൽ കണ്ടെത്തും. ചിലപ്പോൾ നമ്മൾ ഹോം പേജിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ടാവും, ചിലപ്പോൾ ബ്രാൻഡിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാവും. പല രീതിയിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. പ്രോഡക്റ്റ് ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. അതിൽ വരുന്ന പ്രോസസ്സാണ് സെർച്ച് എന്ന് പറയുന്നത്. അതേപോലെ ഓഫേഴ്സ്, പ്രൊമോഷൻസ് വഴി പോകുന്നത്, അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. പിന്നെ മറ്റൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ ഈ ചെക്കൗട്ട് എന്ന് പറയുന്ന പ്രോസസ്സ്. ഒരാൾ പ്രോഡക്റ്റിന് ആഡ് ടു കാർട്ട് അടിച്ചു, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്, അതിൻ്റെ എന്നിട്ട് പ്രൊസീഡ് ചെയ്തു, ഷിപ്പിംഗ് അഡ്രസ്സ് ആഡ് ചെയ്തു, പേയ്മെൻറ്റ് അഡ്രസ്സ് ആഡ് ചെയ്തു, കാർഡ് ആഡ് ചെയ്തു, എന്നിട്ട് ഫൈനലി പേയ്മെൻറ്റ് നടത്തുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ചെക്കൗട്ട് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് റിട്ടേൺ പ്രോസസ്സുകളുണ്ട്. പ്രോഡക്റ്റ് എനിക്ക് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷിപ്പിംഗ് ചെയ്യാത്തതാണെങ്കിൽ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഷിപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എനിക്ക് ക്യാൻസൽ ബട്ടൺ ഡിസേബിൾ ചെയ്യണം, ക്യാൻസൽ ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. എനിക്ക് പ്രോഡക്റ്റ് റിസീവ് ആയതിനു ശേഷമാണ് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പം ക്യാൻസൽ ഉണ്ട്, റിട്ടേൺ ഉണ്ട്, റീഫണ്ട് ഉണ്ട്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ അതിൽ വരുന്നുണ്ട്. അപ്പം സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ അതുപോലത്തെ പ്രോസസ്സുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡൊമൈനാണ് ERP, എൻ്റർപ്രൈസ് റിസർച്ച് പ്ലാനിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ERP നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും.
എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഈ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് വേറെ ഒരു ഞാൻ പറയാൻ എന്താണെന്നുള്ളത് അതിന് തൊട്ട് മുമ്പ് നമുക്ക് HR ആൻഡ് പേറോൾ എന്ന് പറയുന്നത് ഒരു ഡൊമൈനാണ്. HR ആൻഡ് പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയിനെ കണ്ടെത്തി എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്ത് അയാളെ സാലറിയും കാര്യങ്ങളും കാര്യങ്ങൾ അതിൽ അയാളെ ലീവ് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള അറ്റൻഡൻസിൻ്റെ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അയാളെ റിസൈൻ ചെയ്ത് എക്സിറ്റ് ആകുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ HR ആൻഡ് പേറോൾ എന്ന് പറയുന്നത്. HR എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ്. ഒരു കമ്പനിയിലെ മനുഷ്യനെ നമ്മൾ റിസോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനാണ് HRMS എന്നെല്ലാം പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ HRMS എന്ന് വിളിക്കും. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR ആൻഡ് പേറോൾ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നടക്കും. അത് കൂടാതെ അവർ സാലറിയും പേയ്മെൻറ്റും കാര്യങ്ങളും അതും പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഡൊമൈനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് HR ആൻഡ് പേറോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ HRMS സിസ്റ്റം അങ്ങനെയെല്ലാം നമ്മൾ വിളിക്കും. അതേപോലെ പിന്നെ നമുക്ക് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ പർച്ചേസും സെയിൽസും എക്സ്പെൻസസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതിൻ്റെ പ്രോപ്പർ അക്കൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും അക്കൗണ്ടിങ്ങും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം. അപ്പം അതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനും സിസ്റ്റത്തിനും എല്ലാത്തിനും വിളിക്കുന്നതാണ് നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് വിളിക്കും. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പ്രോസസ്സുകളാണ്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടൻറ്റിനോട് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരാൾക്ക് അക്കൗണ്ടിങ് ഡൊമൈനിൽ നോളജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റിൻ്റെ പോലെ ഉള്ള നോളജ് ഇയാൾക്ക് ഉണ്ടാവും. വളരെ ഡെപ്ത് എന്നുള്ള ഉദ്ദേശത്തിലല്ല, എന്നാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നോളജ് അയാൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ERP എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. ERP ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പല സെക്ടറുകളുണ്ടാവും. സെയിൽസ് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, HRMS സിസ്റ്റം ഉണ്ടാവും, അക്കൗണ്ടിങ് സിസ്റ്റം വേണം. ഇതെല്ലാം ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു ഡൊമൈനാണ്. ഓക്കെ, അപ്പം ഈ മാനുഫാക്ചറിങ് ഉള്ളൊരു കമ്പനി ആണെങ്കിൽ അവർ മാനുഫാക്ചർ ചെയ്ത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഹുണ്ടായി എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഹുണ്ടായി എന്ന് പറയുന്ന കമ്പനിക്ക് അവർ കാർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അവർക്ക് ഷോറൂം ഉണ്ട്, അവർ സെയിൽസ് നടത്തുന്നുണ്ട്, അവർക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, അതുകൊണ്ട് അവർ HR ആൻഡ് പേറോൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ കുറേ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസസും അതിൻ്റെ ബില്ലിങ്ങും ഇൻകം അതെല്ലാം മാനേജ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരുമിച്ച് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിൽ എല്ലാ മൊഡ്യൂൾസും ഉണ്ടെങ്കിൽ HR-ഉം പേറോളും അക്കൗണ്ടിങ്ങും മാനുഫാക്ചറിങ്ങും എല്ലാ മൊഡ്യൂൾസും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ERP സിസ്റ്റം അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഫീൽഡിനെ കുറിച്ചുള്ള നോളജിനാണ് ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടി എഫേർട്ട് അത് ചെയ്യണം. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണുള്ളത്. ഓക്കെ, ഇതെല്ലാം അതിൽ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി മുതൽ നിങ്ങൾ ഓരോ സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ച്, ഇതൊരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ച് കുറച്ചും കൂടി ഡെപ്തിൽ നിങ്ങൾ ഓരോ എല്ലാ ഫീൽഡും ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം ഇതിന് E-commerce സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് ഡെപ്തിൽ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതാണോ, നിങ്ങൾക്ക് കുറച്ചും കൂടി താല്പര്യമുള്ള അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വിക്കായിട്ട് പഠിക്കാൻ സാധ്യതയുള്ള. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ആവണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. പല സോഫ്റ്റ്വെയർസ് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള പല സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ചിലപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലുള്ള കുറേ ടേംസും കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോ ടേമിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം പ്രോസസ്സുകൾ എന്താണ്, അതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അതെല്ലാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോളജാണ്. അപ്പോൾ ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അതിന് നിങ്ങൾ ഫോക്കസ് കൊടുക്കണം, അത് ബിൽഡ് ചെയ്യാൻ. കാരണം എപ്പോഴും കമ്പനീസിനെ സംബന്ധിച്ച് ഡൊമൈൻ നോളജിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ നോളജ് നിങ്ങൾക്ക് ആൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, നിങ്ങൾക്ക് നല്ലോണം ഇൻട്രസ്റ്റും ഉണ്ടാവും. ഓക്കെ.